സഹോദരൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു കേരള രാഷ്ട്രീയ കർത്തൃത്വമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഗാന്ധിജിയോട് നടത്തിയ സംഭാഷണങ്ങളാകട്ടെ, മദനമോഹന മാളവ്യ 1929 കേരളത്തിൽ വന്നിട്ട് കോട്ടയത്തെ തിരുനക്കര മൈതാനത്ത് വെച്ച് രാമമന്ത്രം ജപിക്കുവാൻ വിളിക്കുവാൻ ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ അതിനെ പരിപൂർണമായും തിരസ്കരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ തത്വചിന്തയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കൊല്ലുന്നവൻ ദൈവം പോയിട്ട് മനുഷ്യൻ പോലും ആകുന്നില്ല, മൃഗത്തിനു തുല്യൻ എന്ന ഗുരു അരുളിൽ ഉറച്ചു നിന്നുകൊണ്ട് രാമൻ, ശംഭൂകനെ കൊന്ന രാമൻ, ബാലിയെ ഒളിയം പെയ്ത് കൊന്ന രാമൻ, ഞങ്ങളുടെ ദൈവം പോയിട്ട് മനുഷ്യൻ പോലും ആകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിലും എത്രയോ മികച്ചതാണ് രാക്ഷസീകരിക്കപ്പെട്ട് നിഗ്രഹിച്ച രാമൻ കൊന്ന രാവണൻ്റെ രാജ്യമാണ് അതിലും മികച്ചത്, രാവൺ കീ ജയ് എന്ന് തൻ്റെ സഹോദരങ്ങളുമായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. 1920 തന്നെ രാമമന്ത്രത്തെയും രാമരാജ്യത്തെയും ഗുരു 1914 പറഞ്ഞതുപോലെ രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദ്രാദികളുടെ ഗതിയാവും നമുക്കുണ്ടാവുക എന്ന് ഗുരു 14 തന്നെ പറഞ്ഞു. 29 മദനമോഹന മാളവിയോട് പറഞ്ഞ രാമരാജ്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ രാവണൻ്റെ രാജ്യമാണ് അതിലും മികച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ചൊന്ന് അനുസ്മരിക്കാം. അത് ഈ സൗരനെ സംബന്ധിച്ചിടത്തോളം ഈ മദനമോഹന മാളവ്യ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണനായിരുന്നത് മാത്രമല്ല സവർണാധിപത്യത്തിൻ്റെ ഏതാണ്ട് ഒരു സാമ്രാജ്യാധിപതി തന്നെയായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്ന അദ്ദേഹമാണല്ലോ. റൗണ്ട് കോൺഫറൻസിന് പോയപ്പോൾ പോലും ഗംഗാജലം കൊണ്ടുപോയ ആളാണ് അവിടെ സാഹിബിൻ്റെ വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തിരുനക്കര മൈതാനത്ത് വെച്ചുള്ള ഭാഷണത്തിൽ സഹോദരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല സവർണരും കോപിഷ്ഠരായി. പക്ഷേ മദനമോഹന മാളവ്യക്ക് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പണ്ട് അദ്ദേഹം ആ ഒരു പണ്ഡിതനായ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ വലിയ വിദ്യാലയങ്ങളൊക്കെ ഉണ്ട്, മതപ്രഭാഷണം നടത്തിയിരുന്ന നമ്മുടെ ചിന്മയാനന്ദൻ ആലുവയിൽ വെച്ച് ഇതുപോലെ പൗരാണിക കാലത്ത് പോലും വലിയ മനുഷ്യർ തമ്മിൽ സമത്വം ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക് പ്രസംഗിച്ചു വന്നപ്പോഴേക്കും കുറ്റിപ്പിള്ള ചാടി എഴുന്നേറ്റ് തപസ് ചെയ്ത താഴ്ന്ന ജാതിക്കാരനായ ശംഭുകൻ്റെ തലവെട്ടിയ ശ്രീരാമൻ്റെ പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് സമത്വം ഉണ്ടായിരുന്നു നിങ്ങളോട് ആരാ പറഞ്ഞതെന്നൊരു ചോദ്യം കുറ്റിപ്പുഴ ചോദിക്കുന്നുണ്ട്. മനസ്സിലായി? അതുപോലൊരു ചോദ്യമാണ് അന്ന് സഹോദരൻ ചോദിച്ചത്. മദനമോഹന മാളവ്യക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. കുറേ ആളുകൾ സഹോദരനെതിരായിട്ട് തിരിഞ്ഞിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നത്. ഗുരുവിൻ്റെ ഈ മതേതര മാനവിക സന്ദേശം, അതായത് ജാതിയെ നശിപ്പിക്കുക, മതത്തെ വ്യക്തികാര്യം ആക്കി മാറ്റുക, പരിപൂർണമായ മതസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുക, മാനവികതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ജനായത്വത്തിനും പ്രാതിനിധ്യത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക, ഇങ്ങനെ സഹോദരൻ നടത്തിയ പ്രക്ഷോഭം വളരെ ബഹുസ്വരമായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ നാം കണ്ടതുപോലെ മിശ്ര ഭോജന പ്രസ്ഥാനം, മിശ്ര വിവാഹ പ്രസ്ഥാനം, സാഹോദര്യ പ്രസ്ഥാനം, യുക്തിവാദ പ്രസ്ഥാനം, നവബുദ്ധവാദ പ്രസ്ഥാനം, തൊഴിലാളി പ്രസ്ഥാനം, വേലക്കാരൻ എന്ന ജേണൽ തന്നെ തുടങ്ങിക്കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനം, ഇപ്പോൾ അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ചും അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന ജനസമുദായങ്ങളായ ദലിതർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ, പുലയൻ അയ്യപ്പൻ എന്ന ബിരുദം തന്നെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അടിസ്ഥാന ജനതയുമായി ഗുരുവിൻ്റെ തത്വചിന്ത സൂചിപ്പിക്കുന്നത് പോലെ സോദരത്വേന കലർന്ന് ഏകോദര സഹോദരങ്ങളായി ഏറ്റവും അടിത്തട്ടിലേക്ക് ഇറങ്ങി മാനവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ സഹോദരൻ നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിൻ്റെ കവിതയിലും എഴുത്തിലും സാഹിത്യത്തിലും സംസ്കാരത്തിൻ്റെ വിവിധ മേഖലയിലും നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകളെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റും. ഈ ചെറായിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വിപ്ലവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിൻ്റെ ആദ്യ രൂപം ഒരു പ്രൈമറി സ്കൂളാണ്. അതുണ്ടായ ചരിത്രം അത്ര മെച്ചമല്ല. അതിന് തെക്ക് ഭാഗത്ത് ആ റോഡ് വളവ് തിരിയുമ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്, ഒരു പള്ളിക്കാരുടെ സ്കൂളുണ്ട്, സെൻറ്റ് ജോർജ് LP സ്കൂൾ. ആ സെൻറ്റ് ജോർജ് സ്കൂളിൽ ഇവിടുത്തെ പ്രമാണിമാരായ ഈഴവ സമുദായത്തിലെ 2-3 പേരുടെ മക്കളെ പുലയ സമുദായത്തിലെ കുട്ടികളുടെ കൂടെ ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചു. അത് ഇവർക്ക് വല്ലാത്ത മനോകാരമുണ്ടായി. അപ്പോൾ കൊച്ചിറ്റി എന്ന പേരിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയിരുന്ന കളരി അവിടെ നിന്ന് എടുത്ത് ഇന്ന് കാണുന്ന സ്കൂളുള്ള സ്ഥലത്ത് കൊണ്ടുവന്നൊരു സ്കൂൾ ഈഴവർക്ക് വേണ്ടി
പിൽക്കാലത്ത് ഈ ആകൃതിയിൽ കെട്ടിടം വരെ നിർമ്മിച്ചു. അങ്ങനെ അവിടേക്ക് ഇത് മാറ്റി. അങ്ങനെ ഈഴവർക്ക് വേണ്ടി കെട്ടിടമെന്ന് പറഞ്ഞത് അന്ന് സഹോദരനെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ചെറായിയുടെ വടക്കേ അറ്റത്ത് അവിടെ എന്നാൽ അരയന്മാർക്ക് വേണ്ടി ഒരു സ്കൂൾ വേണമെന്നുള്ള വാശിയാണ്. അങ്ങനെ അന്ന് സ്കൂൾ അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തികൾക്ക് അനുവദിക്കില്ല. അതുകൊണ്ട് ഇവിടെ സച്ചിദാനന്ദ സന്തായിനി എന്ന് പറയുന്ന ഒരു അരയ സമുദായം ഉണ്ട്. അവർക്ക് ക്ഷേത്രമൊക്കെ ഉണ്ട്. അവരുടെ പേരിൽ അപ്ലൈ ചെയ്തിട്ട് അത് അനുവദിച്ചു. SS അരയ സച്ചിദാനന്ദ സന്തായിനി അരയ സ്കൂൾ പള്ളിപ്പുറം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതുള്ളത്. അതിൻ്റെ അധ്യാപക റോളിൽ മാഷ പേരുണ്ട്. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മാഷ് അതൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീടാണ് രാമവർമ്മയിൽ പോയിട്ടാണ് അധ്യാപകനായിട്ട് കുറഞ്ഞ നാൾ അവിടെ തെക്കുള്ള ചെറായി തെക്കേറ്റത്തുള്ള ഹൈസ്കൂൾ അവിടെ കുറഞ്ഞ നാൾ അധ്യാപകനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹം അധസ്ഥിതരുടെ വിദ്യാഭ്യാസം വേണ്ടി കൊച്ചി അസംബ്ലി തുടങ്ങുന്നത് 1925 ഒക്ടോബറിലാണ്. ആ നിയമസഭയിൽ 28 അസംബ്ലിയിലാണ് സഹോദരൻ ആദ്യമായിട്ട് വരുന്നത്. അതിൽ അദ്ദേഹം ആദ്യം ഉന്നയിച്ചത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന കൊച്ചിയിലെ പുലയ സമുദായത്തിന് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടി തുച്ഛമായ 50 ലക്ഷം രൂപ മാത്രമേ വകയിരുത്തിയിട്ടുള്ളത് പറയാൻ ഗവൺമെൻറ്റിന് നാണമാകുന്നില്ലേ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെ വിമർശിക്കുന്നത്. അങ്ങനെയാണ് അവിടെ, അതായത് അതസ് സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ വാദഗതികൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഒരിടത്തും അദ്ദേഹം മടിച്ചു നിന്നിട്ടില്ല. പിന്നെ മറ്റൊന്ന് പയ്യന് ഉന്നയിച്ചൊരു കാര്യം, അതുപോലെ പ്രാതിനിധ്യവാദം, സമുദായ പ്രാതിനിധ്യത്തിൻ്റെ അതാണ് എൻ്റെ രാഷ്ട്രീയ മീമാംസ വിശദീകരിക്കുന്നത്. സോഷ്യൽ റെപ്രസെൻറ്റേഷൻ. അതെ, അതിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശ്രീനാരായണപിള്ള പോലും സൂചിപ്പിക്കുന്ന സാമുദായികവാദം നടത്തിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് അധസ്ഥിത സമുദായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടു വരണമെങ്കിൽ അവരുടെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗങ്ങൾ നിയമസഭയിൽ ഉണ്ടാകണം. അവരുടെ അതാണല്ലോ തിരുവിതാംകൂർ നിയമസഭയിൽ പുലയ സമുദായത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ഒരു പത്രാധിപരെ വെച്ചിരുന്നല്ലോ, ഗോവിന്ദപിള്ള. അദ്ദേഹം പറഞ്ഞല്ലോ അവശത അനുഭവിക്കുന്നവർ അവർ തന്നെ വന്ന് പറഞ്ഞെങ്കിലും മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയുള്ള 1911 അയ്യങ്കാളിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അതെ എന്നതുപോലെ ഇവിടെ ഈ പ്രാതിനിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവശത അനുഭവിക്കുന്ന സമുദായം ആ അനുഭവിക്കുന്നവർ തന്നെ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ അത് കണ്ടു നിന്നവർ പറഞ്ഞാൽ അത്രത്തോളം അനുഭവൈകവേദ്യമായിട്ടത് തീരില്ല എന്നുള്ള കാഴ്ചപ്പാടിലാണത് അങ്ങനെ പറയാൻ കാരണം. അത് പിൽക്കാലത്ത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ തുടക്കം വാദഗതി ഒരു നിയമസഭയിൽ ഉന്നയിക്കുന്ന സഹോദരനാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതാണ് അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരണത്തിൻ്റെ മുന്നോടിയായിട്ട് വന്ന അതാണ്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളതാണ്. ഗുരു ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം സഹോദരൻ സമുദായ പ്രാതിനിധ്യത്തിൻ്റെ തലത്തിൽ പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രത്യേകിച്ചും അടിസ്ഥാന ജാതികളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ജാതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാതിനിധ്യവാദം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയിലേക്ക് അതായിരുന്നു. അത് ജാതീയതയല്ല അതിൻ്റെ പിന്നിലുള്ളത്. അവശത അനുഭവിക്കുന്ന ആളുകളിൽ നിന്ന് പ്രാതിനിധ്യം വന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൻ്റെ ദുരിതാവസ്ഥ വേണ്ടെടുത്ത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ജനായത്വത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയാണ് പ്രാതിനിധ്യം. സാമൂഹ്യ പ്രാതിനിധ്യം ഇല്ലാതെ സാമൂഹ്യ ജനായത്വം ഇല്ല. ആ രീതിയിൽ അടിസ്ഥാന ജനായത്വവാദി ആയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ജനസമുദായങ്ങളുടെ വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു നിഗമനമാണത്, കാഴ്ചപ്പാടുമാണത്. ഏറ്റവും യുക്തിയുക്തമായ ഒരു ജനായത്വ ചിന്തയും അതിന്റെ പ്രയോഗവും സാമൂഹ്യ പ്രയോഗവും എന്ന തലത്തിലാണ് സമുദായ പ്രാതിനിധ്യവാദത്തെക്കുറിച്ച് സഹോദരൻ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ധർമ്മം എന്ന കവിതയിൽ വരുന്നത് അതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള വരികൾ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് സഹോദരൻ പറഞ്ഞു. അതെ, വേണം ധർമ്മം എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് വിട്ടുകളയുന്നു എല്ലാവരും. അതാണ് പിന്നത്തെ പാദം പറഞ്ഞെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ആശയം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, പക്ഷേ ധർമ്മം നിർബന്ധമാണ്. നിങ്ങളതെല്ലാം തിരസ്കരിച്ചോളൂ, പക്ഷേ ധർമ്മം പുലർത്തണമെന്നുള്ളതാണ്. അത് പലരും ആദ്യത്തെ 2 വരി മാത്രം എടുത്ത് പറഞ്ഞ് ഗുരു അങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണ് ആ കാര്യം പോകുന്നത്. ഗുരുവിൻ്റെ ശ്രദ്ധയിൽ തന്നെ ചിലർ പെടുത്തിയപ്പോൾ ഗുരു തന്നെ പറഞ്ഞു അത് അദ്ദേഹം പറയുന്നത് ശരിയാണ്. അതാ പറഞ്ഞത് സഹോദരൻ പറഞ്ഞത് നാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചെറായിലെ ഈ സഹോദര ഭവനത്തിലെ സ്മാരകത്തിലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മെമ്മോറിയൽ ലൈബ്രറിയുടെയും ചരിത്ര മ്യൂസിയത്തിൻ്റെയും റഫറൻസ് ഗ്രന്ഥശാലയുടെയും മുമ്പിലാണ് നാം ഇരിക്കുന്നത്.
ഇവിടെ കാണുന്ന ഈ കുളം യഥാർത്ഥത്തിലൊരു ചരിത്ര പ്രസക്തമായ ഒരു സ്മാരകം കൂടിയാണ്. നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഒക്കെ നേരിട്ട് ഇവിടെ വന്ന് താമസിച്ച് കുമാരനാശാനും ഒക്കെ ആയിട്ട് ചിന്നസ്വാമിയുമായിട്ട് വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്, കുളിച്ച് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നാരായണ ഗുരു വന്ന് താമസിക്കുമ്പോൾ അദ്ദേഹം കുളിച്ചയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളവും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ആശാൻ്റെയൊക്കെ വരവിനെക്കുറിച്ചും അത്തരം ചരിത്ര സ്മരണകൾ എന്തെങ്കിലും ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? അത് ഈ ഗുരുവും ചട്ടമ്പിസ്വാമികളും കുമാരനാശാനും ഒക്കെ വന്ന ആണ്ടുകൾ ഏതാണെന്ന് ഒരു രേഖയിലും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ അവർ വന്നിട്ടുണ്ട്. കാരണം ഈ അച്യുതൻ വൈദ്യർ സംസ്കൃതത്തിലും ആയുർവേദ വൈദ്യനായിരുന്നു, സംസ്കൃത പണ്ഡിതനായിരുന്നു, വേദാന്തത്തിലൊക്കെ അവഗാഹം ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഗുരു ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട്. ആശാനും ചട്ടമ്പിസ്വാമികളൊക്കെ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളതെന്നാണ് കേട്ടുകേൾവി. ഗുരു വന്ന് താമസിച്ചിട്ടുണ്ട്, അങ്ങനെ ഈ കുളത്തിൽ ആചമനം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രസിദ്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ അച്യുതൻ വൈദ്യരായിട്ടിരുന്നിട്ട് വേദാന്തത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ഒരു സാമീപ്യവും സാന്നിധ്യവും ഒക്കെ സഹോദരനിലും സ്വാഭാവികമായിട്ടും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗുരു യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ കയർ തൊഴിലാളികളും ഒക്കെ ആയിട്ട് നടന്ന സംഭാഷണത്തിൽ അവരുടെ നേതാവായിരുന്ന വാടപ്പുറം ബാവയുമായിട്ട് ഗുരു സംസാരിച്ചതിനെ തുടർന്നാണ് ഒരു കർഷക അല്ലെങ്കിൽ തൊഴിലാളി സംഘം, ഒരു പ്രത്യേകിച്ചും കയർ തൊഴിലാളികളുടെ ഒരു സംഘം, ഒരു സംഘടന, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ കേരളത്തിൽ തുടങ്ങുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ വാടപ്പുറം ബാവയെ പിന്നീട് സഹോദരൻ നേരിട്ട് പോയി കാണുകയും വടപ്പുറം ബാവയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരുപക്ഷെ ഗുരുവിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമായിരിക്കാം, പ്രോത്സാഹനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർ ഒരു പ്രസിദ്ധീകരണം തന്നെ തുടങ്ങുകയും ട്രേഡ് യൂണിയനിൻ്റെ വികാസത്തിന് വേണ്ടി, ട്രേഡ് യൂണിയനിസത്തിന് വേണ്ടി വേലക്കാരൻ, പണിയെടുക്കുന്നവൻ എന്നർത്ഥത്തിൽ വേലക്കാരൻ എന്ന ആ തമിഴ് ശൈലിയിൽ തന്നെ ഒരു പ്രസിദ്ധീകരണം സഹോദരൻ എഡിറ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് കൊണ്ടുവന്നതായിട്ട് അറിയുന്നുണ്ട്. അത് ഓർമ്മിക്കുന്നുണ്ടോ? അത് ഈ മടപ്പുറം ബാവയുടെ യൂണിയൻ ഇറക്കിയിരുന്ന തൊഴിലാളി പത്രം മാഷക്കറിയാമല്ലോ, തൊഴിലാളി എന്ന പത്രമായിരുന്നു. കടാമംഗലം പൂട്ടിയൊക്കെ അതിലെഴുതിയിരുന്നു, എം കെ രാമദാസ് എഴുതിയിരുന്നു, കേശവദേവ് പത്രാധിപരായിട്ടൊക്കെ ഇരുന്നിരുന്നു. അതിൽ ഇവിടെ സഹോദരൻ ആദിവൈപ്പിൻ തൊഴിലാളി സംഘം എന്നൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. അതെ, അതിൻ്റെ ഒരു റെസീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അംഗങ്ങളെ ചേർക്കുന്ന റെസീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ എന്നെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നവോത്ഥാനത്തിൽ പറഞ്ഞ് മരിച്ചു എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ്, ഈ തൊഴിലാളി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വേലക്കാരൻ കുറച്ചേറെ കാലം നടത്തി. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു അതിറക്കിയിരുന്നത്. കാലണ അന്നത്തെ ഭാഷ കണ്ടിട്ടുണ്ടോ? അതായിരുന്നു അതിൻ്റെ ഒരു പ്രതിക്കുള്ള. അത് ഇവിടെ ചെറായിലെ ആ പാലം ഉണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലുമ്പോൾ തെക്കോട്ടിരുമ്പ പാലത്തിൻ്റെ കിഴക്ക് വശത്ത് കരുത്തല എന്ന് പറയുക, അവിടെ അതിനൊരു ആഫീസ് ഉണ്ടായിരുന്നു. അവിടെയാണ് മാർസിൻ്റെയും ലെനിൻ്റെയും എംഗൽസിൻ്റെയൊക്കെ പടം ഇട്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു അതാണ്. അത് മാത്രമല്ല, ഈ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, പക്ഷേ ബോൾഷെവിക് വിപ്ലവത്തെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തിരുന്നു, അവതരിപ്പിക്കുകയും ചെയ്തു. ഈഴവോത്ബോധനത്തിൽ അത് പറയുന്നുണ്ട്. ഓണാർത്തിയത് പറഞ്ഞിട്ട് രചിക്കിൻ വേഗം നിങ്ങൾ ഇവിടെ സഖാക്കളെ സ്മരിക്കിൽ രോമം ചേർക്കും താദൃശ ചരിതങ്ങൾ എന്നാണ്. ആ സഖാക്കളെ എന്ന് പ്രയോഗം തന്നെ ആദ്യം മലയാളത്തിൽ കൊണ്ടുവന്നത് സഹോദരനാണ്. അങ്ങനെയാണ് ഈ 1926 ട്രേഡ് യൂണിയൻ ആക്ട് വരുന്നതിന് മുമ്പാണ് ഈ തൊഴിലാളി സംഘമൊക്കെ രൂപീകരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. അതെ, അങ്ങനെയാണ്. എനിക്കത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന ആ റെസീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ചേർക്കുന്ന അംഗങ്ങളെ ചേർക്കുന്ന റെസീറ്റ് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അതിൽ